പുണ്യ റമദാനിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവിലെ നമ്മളുള്ളത്. 7-8 കാര്യങ്ങൾ ഇന്ന് ശ്രദ്ധിച്ചാലേ ഈ റമദാൻ നമ്മുടെ കയ്യിലിരിക്കും. നമ്മൾ ചോദിക്കുന്നതൊക്കെ പടച്ചോൻ തരും. നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ നിറയും. നിങ്ങൾക്ക് എന്ത് വേണം പടച്ചോൻ തരും. ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടോ? മക്കളുടെ കാര്യം സങ്കടത്തിലാണോ? കച്ചവടം നഷ്ടത്തിലാണോ? പരീക്ഷ വരുന്നുണ്ട് ഉസ്താദേ, തലയിലൊന്നും ഇരിക്കുന്നില്ല, വല്ലാത്ത പ്രയാസമാണ്. എന്ത് പ്രയാസമായിക്കോട്ടെ, ഈ 8 കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഇൻഷാ അല്ലാഹ് ലൈഫ് മാറും. ചോദിക്കുന്നത് അല്ലാഹ് തരും. മാത്രമല്ല ഇത് റഹ്മത്തിൻ്റെ 10 അവസാനത്തെ വെള്ളിയാഴ്ച രാവും കൂടെയാണ്. അപ്പോൾ റഹ്മത്തിൻ്റെ 10 നമ്മുടെ കയ്യിൽ ഭദ്രമായിട്ടിരിക്കും. അപ്പോൾ ഏതൊക്കെയാണെന്ന് പഠിക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. 30,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. അല്ലാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ പുണ്യ റമദാൻ ഇങ്ങനെ വേഗം കടന്നു പോവാണ് അല്ലേ? രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. വെള്ളിയാഴ്ച രാവ്, യാ അല്ലാഹ്, അതിൻ്റെ മഹത്വം പറയാനുണ്ടോ? അതും റമദാനിലെ വെള്ളിയാഴ്ച രാവായാൽ എത്രയോ ഇരട്ടി മധുരാണതിന്. പരിശുദ്ധമായ റഹ്മത്തിൻ്റെ 10 അവസാനത്തെ വെള്ളിയാഴ്ച രാവും കൂടെയാണ്. ഒരു 3 തവണ ചൊല്ലിക്ക്. അല്ലാഹുമ്മർഹംനീ യാ അർഹമർ റാഹിമീൻ, അല്ലാഹുമ്മർഹംനീ യാ അർഹമർ റാഹിമീൻ, അല്ലാഹുമ്മർഹംനീ യാ അർഹമർ റാഹിമീൻ. കരുണക്കടലായ റബ്ബേ, നിൻ്റെ കാരുണ്യം ഞങ്ങളിൽ നീ നൽകണേ അല്ലാ. നിൻ്റെ കാരുണ്യത്തിലല്ലാതെ ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല അല്ലാ. ഇത് വെള്ളിയാഴ്ച രാവാണ്. വെള്ളിയാഴ്ച രാവിൻ്റെ മഹത്വം എത്രയാണ്? ദിവസങ്ങളുടെ രാജാവാണ് വെള്ളിയാഴ്ചയുടെ പകലും രാവും ഒക്കെ. ഈ നിൽക്കുന്ന മാസം ഏതാ? ഇത് മാസങ്ങളുടെ രാജാവാണ്. അപ്പോൾ മാസങ്ങളുടെ രാജാവും ദിവസങ്ങളുടെ രാജാവും കൂടെ ഒരുമിച്ച് ചേരുന്ന അതിവിശിഷ്ടമായ സമയം. ദുആഇന് വല്ലാത്ത അത്ഭുതത്തോടുകൂടെ ഉത്തരം ലഭിക്കപ്പെടുന്നൊരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യാഴാഴ്ച ദിവസം ചെയ്യാനുള്ള കർമ്മങ്ങളൊക്കെ ഭംഗിയായി ചെയ്യണം. ഇന്ന് നമ്മൾ നോമ്പ് തുറന്ന് കടക്കുന്നത് വെള്ളിയാഴ്ച രാവിലേക്കാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്തിനും ദുആക്കുത്തരമുണ്ട്. നോമ്പ് തുറക്കണ സമയത്ത് പ്രത്യേകം ദുആക്കുത്തരമുണ്ട്. വൈകുന്നേരം നമ്മുടെ മജ്ലിസ് നടക്കുന്നത് 5:30-ക്കാണ്. അപ്പോൾ വെള്ളിയാഴ്ച രാവിൻ്റെ മജ്ലിസാണ് ഇന്ന് നടക്കുക. എല്ലാവരും പങ്കെടുക്കുക. കറക്റ്റ് ലൈവിൽ പങ്കെടുക്കാൻ പറ്റാത്തവർ രാത്രിയാണെങ്കിലും മുഴുവൻ ദിക്റുകളും ചൊല്ലി നമ്മുടെ ജീവിതം ധന്യമാക്കണം. അള്ളാഹു അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. പിന്നെ ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ: അസറിന് ശേഷം നഖമൊക്കെ മുറിക്കുക. അസറിന് ശേഷം വെള്ളിയാഴ്ച രാവിലെ നഖം മുറിക്കണ മനുഷ്യന് ഒരാഴ്ച അള്ളാഹു രോഗങ്ങളിൽ നിന്നൊക്കെ കാവൽ തരുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ വെച്ചുകൊണ്ട് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ 7-8 കാര്യങ്ങൾ ഇന്ന് ശ്രദ്ധിച്ചാൽ അള്ളാഹു ഈ റമദാൻ നമുക്കങ്ങ് തരും. റമദാൻ നമുക്ക് തരും. നമ്മൾ ചോദിക്കുന്നത് അല്ലാഹു തരും. ഖൽബിനകത്തെ സങ്കടങ്ങൾ അള്ളാഹു തീർത്ത് തരും. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അതുമാത്രമല്ല, ഒരത്ഭുത സ്വലാത്തും കൂടെ പഠിക്കണം. ആ സ്വലാത്ത് നമ്മൾ ഇന്ന് ചൊല്ലിയാൽ അള്ളാഹു നമുക്ക് കയ്യും കണക്കില്ലാത്ത മഹത്വങ്ങൾ ഇങ്ങനെ വാരിക്കുരുത്തരും. അള്ളാഹിൻ്റെ റഹ്മത്ത് ഇങ്ങനെ നമുക്ക് ചൊരിഞ്ഞു തരും. ആ കവാടം തുറന്നു തരും. ആ സ്വലാത്ത് ഏതാണെന്നൊക്കെ പഠിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ഒന്നാമത്തേത് എന്താണ്? ഒന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഇന്ന് ഈ വെള്ളിയാഴ്ച രാവിലെ മഗ്രിബും ഇശാഉം പരമാവധി ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ ശ്രമിക്കണം. പുരുഷന്മാരെന്തായാലും ജമാഅത്തായിട്ട് പള്ളിയിലേക്ക് പോകുമെങ്കിലും സ്ത്രീകൾ വീട്ടിലുള്ള ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് 1-2 ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പരമാവധി ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കാൻ ശ്രമിക്കുക. അതിന് വല്ലാത്ത മഹത്വം ഉണ്ടാകുന്നതാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മഗ്രിബ് നിസ്കാരത്തിന് ശേഷം ദിക്റും ദുആഒക്കെ ധാരാളം ചെയ്യാം. വെള്ളിയാഴ്ച രാവ് പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള രാത്രിയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നിന്ന് പോലും നമുക്ക് വ്യക്തമാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ രാത്രി ദുആ ദിക്റൊക്കെ ചൊല്ലുക. ഏറ്റവും കൂടുതൽ യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ, ഈ ഇസ്മ വിളിച്ചുകൊണ്ട് തന്നെ പൊട്ടിക്കറിഞ്ഞു ദ്വാരക്കുക. 200 തവണ ഈ ഇസ്മ ചൊല്ലിയിട്ട് നിങ്ങൾ എന്ത് ചോദിച്ചാലും അള്ളാഹു തരുമെന്ന് നമ്മൾ പഠിച്ചതാണ്. പ്രത്യേകിച്ച് റഹ്മത്തിൻ്റെ 10 അവസാനത്തെ വെള്ളിയാഴ്ച രാവാണ്. നഷ്ടപ്പെടുത്തരുത്. മൂന്നാമത്തേത് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക. സൂറത്തുൽ കഹ്ഫ് ഓതി വെക്കുക. കഹ്ഫ് വല്ലപ്പോഴും ഓതുന്ന ആളുകളായിട്ട് നമ്മൾ മാറാൻ പാടില്ല. ഓതാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ അവരെ പറയല്ല, അവർക്ക് ഓതാൻ പറ്റില്ലല്ലോ. അല്ലാത്ത സമയത്തൊക്കെ സൂറത്തുൽ കഹ്ഫ് ഓതണം. സൂറത്തുൽ കഹ്ഫുമായി ബന്ധപ്പെടാത്തൊരു വെള്ളിയാഴ്ച നമുക്ക് ഉണ്ടാകാൻ പാടില്ല. എന്നാലത് പതിവാക്കാൻ നല്ല മനുഷ്യന്മാർക്കേ പറ്റുള്ളൂ എന്നാണ്. ഇഖ്ലാസോടെ പതിവാക്കാൻ കേട്ടോ.
അങ്ങനെയുള്ള നല്ല മനുഷ്യന്മാരിൽ നമ്മൾ ഉൾപ്പെടണം. മാത്രമല്ല സൂറത്തുൽ കഹ്ഫ് പതിവാക്കിയാൽ ഉള്ളിൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന രോഗങ്ങൾ ചിലപ്പോൾ നമ്മൾ അറിയില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ ക്യാൻസർ ഉണ്ടോ, ട്യൂമർ ഉണ്ടോ, കിഡ്നി കംപ്ലൈൻ്റ് ആകുന്നുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബാക്ടീരിയകൾ ഒളിച്ചിരിപ്പുണ്ടോ, ഇതൊന്നും നമുക്കറിയില്ല. എല്ലാം കഴിഞ്ഞ് 4th സ്റ്റേജിൽ അറിയുമ്പോൾ ഇനി മരണമല്ലാതെ മുമ്പിലില്ല എന്ന് പറയുന്ന ഒരു ഘട്ടമൊക്കെ എത്തിയാൽ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അപ്പം അങ്ങനെ ഒളിച്ചിരിക്കുന്ന രോഗങ്ങളെ നശിപ്പിച്ച് കളയുന്ന സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. അതുകൊണ്ട് തന്നെ സൂറത്തുൽ കഹ്ഫ് ഓതാത്ത ഒരു വെള്ളിയാഴ്ചയും നമ്മിൽ നിന്ന് കടന്നു പോകാൻ പാടില്ല. ഇപ്പോൾ വെള്ളിയാഴ്ച രാവ് മുതൽ സൂറത്തുൽ കഹ്ഫ് ഓതി തുടങ്ങാമല്ലോ. ഓതാൻ പറ്റുന്നവർ ഇന്ന് രാത്രി ഓതി, അസറിന് ശേഷം മുതൽ ഓതി തുടങ്ങാം. അപ്പോൾ രാത്രി ഓതാൻ പറ്റുന്നവർ ഏറ്റവും നല്ലതാണ്, നേരത്തെ ഓതി വെച്ചാൽ അത്ര നല്ലതല്ലേ, ശ്രമിക്കുമെന്ന് കരുതാൻ. ഇനി മറ്റൊന്ന് 4ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ യാസീൻ ഓതലാണ്. യാസീൻ സുബ്ഹാനല്ലാഹ്, ഒരാൾ വെള്ളിയാഴ്ച രാവിലെ യാസീൻ ഓതിക്കഴിഞ്ഞാൽ അസ്ബഹ മഗ്ഫൂറൻ ലഹ്, അവൻ്റെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടവനായിട്ടാണ് നേരം വെളുത്ത് എണീക്കാന്നാണ്. രാത്രി വെള്ളിയാഴ്ച രാത്രിയിൽ യാസീൻ ഓതിയിട്ട് കിടന്നാൽ നേരം വെളുക്കുമ്പോഴേക്ക് അവൻ്റെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടിട്ടുണ്ടാവും, പരിശുദ്ധനായി മാറുകയാണ്. ഏത് വൻപാപങ്ങളല്ല, അള്ളാഹുവുമായിട്ട് ചെയ്ത തെറ്റുകളൊക്കെ പടച്ചോൻ പുറത്തു തരും. എന്നാൽ മറ്റൊരാളെ വേദനിപ്പിച്ചതാണെങ്കിൽ അള്ളാഹിനോട് പൊരുത്തപ്പെടിച്ചാൽ മാത്രം പോരാ, ആ മനുഷ്യനോട് പൊരുത്തപ്പെടിക്കണം. എന്നിട്ട് യാസീൻ ഓതിയൊക്കെ അള്ളാഹു പാപങ്ങളെല്ലാം കഴുകിക്കളയും. അതുമാത്രമല്ല സൂറത്ത് യാസീൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? സൂറത്ത് യാസീൻ ലിമാ ഖുരി അല, നിങ്ങൾ എന്താഗ്രഹിച്ചുകൊണ്ട് യാസീൻ ഓതുന്നോ ആ ആഗ്രഹം അള്ളാഹ് നടപ്പാക്കി തരും. നിങ്ങളുടെ മനസ്സിൽ സാമ്പത്തിക പ്രശ്നങ്ങളാണോ, മക്കളെ കെട്ടിക്കാനുള്ള വിഷയങ്ങളാണോ, മക്കളുടെ പരീക്ഷയുടെ വിഷയങ്ങളാണോ, എന്തും ആയിക്കോട്ടെ, കടക്കിണിയാണ്, എന്തും ആയിക്കോട്ടെ, കുടുംബജീവിതത്തിൽ സന്തോഷം നിറയാനാണോ, ആഗ്രഹം അള്ളാഹു നടപ്പിലാക്കി തരുമെന്നത് വഹയിൻ്റെ നാവാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ. അപ്പോൾ വെറൊരു കെട്ടുകഥയല്ല. അപ്പോൾ യാസീൻ മുറുകെ പിടിക്കണം. ഇൻഷാ അല്ലാഹ് ഇന്ന് വൈകുന്നേരത്ത് നമ്മുടെ മജ്ലിസിൽ നമുക്കൊരു യാസീൻ ഓതണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. 5ാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സൂറത്ത് ദുഹാൻ ഓതുക. വെള്ളിയാഴ്ച രാവിലെ സൂറത്ത് ദുഹാൻ ഓതി കഴിഞ്ഞാൽ 70,000 മലക്കുകൾ ആ മനുഷ്യന് വേണ്ടിയിട്ട് ദ്വാരക്കുന്നതാണ്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, 70,000 മലക്കുകൾ അല്ലേ, പരിശുദ്ധരായ മാലാകന്മാർ നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ദ്വാരക്കുന്നൊരവസ്ഥയെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയേ, എന്തൊരു മഹാഭാഗ്യമായിരിക്കും അത്. അപ്പോൾ അത് കിട്ടാനായിട്ട് ഇന്ന് രാത്രി സൂറത്ത് ദുഹാൻ ഓതുക. 7ാമത്തേത് സുബഹ് നിസ്കരിക്കുന്നതിന് മുമ്പ്, സുബഹ് ബാങ്ക് കേൾക്കുന്നതിന് മുമ്പ്. നിങ്ങളിപ്പോൾ തഹജ്ജുദും ഇടയത്തായൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന സമയമല്ലേ, ഇനിയിപ്പോൾ തഹജ്ജുദ് നിസ്കരിച്ച ഉടൻ തന്നെ സുബഹി ബാങ്ക് വിളിക്കാതിരുന്നാൽ മതി. 3 തവണ ഈ ഇസ്തിഗ്ഫാർ ചെയ്താൽ നിങ്ങളുടെ പാപങ്ങൾ, കോടാനുകോടി പാപങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു പുറത്തു തരും. നിങ്ങൾ കോടാനുകോടി പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു റബ്ബുൽ ആലമീൻ പുറത്തു തരാൻ തഹജ്ജുദിന് ശേഷം സുബ്ഹ് ബാങ്ക് വിളിക്കുന്നതിന് മുൻപ് 3 തവണ ഇസ്തിഗ്ഫാർ ചെയ്താൽ മതി. ഇസ്തിഗ്ഫാറിൻ്റെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണ്? പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നില്ലേ, നമ്മൾ എത്രയോ തവണ പറഞ്ഞതാണ് അല്ലേ? വസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ യുംദിദുക്കും ബിഅംവാലിൻ വബനീൻ അല്ലേ? അങ്ങനെയൊക്കെ വ്യത്യസ്ത രൂപത്തിൽ മനോഹരമായി പറഞ്ഞു തരുന്നുണ്ട് അല്ലാഹ്. മഴ കിട്ടാൻ ഇസ്തിഗ്ഫാർ കൊണ്ട് പറ്റും, മക്കൾ ലഭിക്കാൻ ഇസ്തിഗ്ഫാർ കൊണ്ട് പറ്റും, മക്കൾ നന്നാകാൻ ഇസ്തിഗ്ഫാർ മതി, കച്ചവടത്തിൽ പൈസ ഉണ്ടാകാൻ, ലാഭം ഉണ്ടാകാൻ, നഷ്ടത്തിൽ നിന്ന് കരകയറാൻ, അസുഖങ്ങളിൽ നിന്ന് ശിഫ ലഭിക്കാൻ, തൊഴിലിൽ ബറക്കത്ത് ലഭിക്കാൻ, എല്ലാത്തിനുള്ള മരുന്നാണ് ഇസ്തിഗ്ഫാർ. സുബ്ഹാനല്ലാഹ്. ഇന്ന് ഞാനൊരു അത്ഭുത ഇസ്തിഗ്ഫാർ പഠിപ്പിച്ചു തരാം. അപ്പോൾ നിങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് 3 തവണ ചെറിയ ഇസ്തിഗ്ഫാറാണ്, അതൊന്ന് ചൊല്ലുക സുബ്ഹിക്ക് മുമ്പായിക്കൊണ്ട്. എന്നിട്ട് അള്ളാഹിനോട് കരഞ്ഞു ദ്വാരം നോക്കിയേ, കോടാനുകോടി പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു പുറത്തു തരും. ഏതാണ് ഇസ്തിഗ്ഫാർ? അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അത്രയേ ഉള്ളൂ. ഒന്നുകൂടെ ചൊല്ലിക്കേ, അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. ഒരിക്കൽ കൂടെ, അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹിനോട് പാപമോചനം തേടാൻ നീ എനിക്ക് പുറത്തു തരണേ റബ്ബേ. അല്ലദീ, എങ്ങനെയുള്ള അള്ളാഹുവാണ്, ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഒരാരാധ്യനില്ല, അൽ ഹയ്യുൽ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്ന, എന്നെന്നും നിലനിൽക്കുന്നവനായ അള്ളാഹ്, വഅതൂബു ഇലൈഹി, അവനിലേക്ക് ഞാൻ ഖേദിച്ച് മടങ്ങുകയും ചെയ്യുന്നു. അപ്പം എന്നെ കൊണ്ടൊരു കഴിവുമില്ല. ഹയ്യും, ജീവിച്ചിരിക്കുന്നവൻ അവനാണ്, നിലനിൽക്കുന്നവൻ അവനാണ്. ഞാൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനല്ല, എന്നിൽ ജീവനില്ല, എന്നിലുള്ള ജീവൻ അതല്ല തന്നതാണ്.
എനിക്ക് നിലനിൽപ്പില്ല, എന്നെ പിടിച്ചു നിർത്തുന്നത് എൻ്റെ റബ്ബാണ്, ഞാൻ അശക്തനാണ്, ഞാൻ അവൻ്റെ അടിമ മാത്രമാണ്, എന്നിൽ അഹങ്കാരമില്ല. ആ ബോധ്യത്തിൽ 3 തവണ ഈ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ കോടാനുകോടി പാപങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലാഹു റബ്ബുൽ ആലമീൻ നിങ്ങൾക്ക് പുറത്തു തരും. നിങ്ങളുടെ സങ്കടങ്ങൾ തീരും, നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കും. എത്ര വലിയ അപകടങ്ങളിൽ നിങ്ങൾ പെട്ടിരിപ്പുണ്ടെങ്കിലും ഈ ഇസ്തിഗ്ഫാറിൻ്റെ ബറക്കത്ത് കൊണ്ട് ആ അപകടങ്ങളിൽ നിന്ന് അല്ലാഹു കരകയറ്റും. മാരകരോഗങ്ങളിൽ നിന്ന് അല്ലാഹു ശിഫ നൽകും. നിങ്ങളുടെ കുടുംബങ്ങളിൽ അല്ലാഹു സമാധാനം നൽകും. എണ്ണിയാലൊടുങ്ങാത്ത മഹത്വങ്ങൾ അതിനുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ 8ാമതൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്വലാത്താണ്. വെള്ളിയാഴ്ച രാവിൻ്റെയും പകലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? സ്വലാത്താണ്. അസ്സലാത്തു അലൻ നബി കുല്ല വഖ്തിൽ ദായിമാ ലഹാ നജ്മുൽ ഫിസ്സമാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്താഹി വൽ ഹബീബിൽ അറബി. മുത്തുനബിയുടെ മേലുള്ള സ്വലാത്ത്. ഞാനിന്ന് ഒരു അത്ഭുത സ്വലാത്ത് പറഞ്ഞുതരാം. ഈ സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു 70 റഹ്മത്തിൻ്റെ കവാടങ്ങൾ മലർക്കെ തുറന്നു തരും. 70 റഹ്മത്തിൻ്റെ കവാടം അള്ളാഹ് നമുക്കങ്ങ് തുറന്നു തരാൻ. നമ്മൾ ചോദിച്ചാൽ അള്ളാഹ് വാരിക്കോരി തരാൻ. അത്ര അത്ഭുതം നിറഞ്ഞ സ്വലാത്ത്, കുഞ്ഞു സ്വലാച്ചാൻ. മാത്രമല്ല കുടുംബത്തിൽ സമാധാനം ഇറങ്ങും. മുത്ത് നബിയെ കാണാൻ പറ്റും. ഏതാണ് ആ അത്ഭുത സ്വലാത്ത്? സിമ്പിൾ സ്വലാത്ത്, നമുക്കറിയുന്ന സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് സ്വലാത്ത്. ഇതായിരുന്ന ഇത് തന്നെയാണ്. 70 റഹ്മത്തിൻ്റെ കവാടങ്ങൾ അള്ളാഹ് തുറന്നു തരാൻ ഈ സ്വലാത്ത് മതി. അള്ളാഹു നമുക്ക് ചൊല്ലാൻ തൗഫീഖ് ചെയ്യട്ടെ. ഒരു 3 തവണ ചൊല്ലിക്കേ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി വസല്ലിം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അപ്പോൾ ഈ സ്വലാത്ത് ഇന്ന് രാവും നാളെ പകലും ഒക്കെ ആയിട്ടൊരു 300 തവണ ചൊല്ലാൻ പറ്റിയാൽ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. മുത്തുനബി നമ്മളങ്ങ് ഏറ്റെടുക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി 9ാമത്തെ ഒരു കാര്യം കൂടെ. അതെന്താ? അത് ഹദിയ തന്നെയാണ്. ഹദിയ വെള്ളിയാഴ്ച രാവും പകലും, പ്രത്യേകിച്ച് റമദാനിലെ വെള്ളിയാഴ്ച രാവ്, റമദാനിൽ റഹ്മത്തിൻ്റെ 10-ലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവ്, ഇതിനോളം ബറക്കത്തുള്ള വേറൊരു കാര്യമില്ല കേട്ടോ. പാവപ്പെട്ട മനുഷ്യരെ ചേർത്ത് പിടിച്ചാൽ അള്ളാഹ് നമ്മളെ അങ്ങ് കൈയഴിഞ്ഞ് സഹായിക്കും. നമ്മുടെ റിലീഫ് പദ്ധതി എപ്പോഴും ഞാൻ ഉണർത്തുന്നത് പോലെ 2 പാവപ്പെട്ട മനുഷ്യരുടെ കാര്യങ്ങളാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ഒരു ഉസ്താദിൻ്റെ കടം, അതുപോലെ ഒരു സഹോദരിയുടെ കല്യാണം. ഇതൊക്കെ ഒന്ന് ഭംഗിയായി കിട്ടാൻ നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ നല്ലൊരു ഹദിയ അതിലേക്ക് നമ്മൾ നൽകുമ്പോൾ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിൻ്റെയും പകലിൻ്റെ ഒക്കെ ബറക്കത്തുകൊണ്ട് അള്ളാഹ് നമ്മളെ ഏറ്റെടുക്കൂലേ? ഇതിലപ്പുറം ഒരു മഹാഭാഗ്യം എന്താ വേണ്ടത്? അപ്പോൾ ഈ 9 കാര്യങ്ങൾ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയേ. റമദാൻ നിങ്ങളുടെ കയ്യിലിരിക്കും. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നലെ നമ്മൾ ചോദിച്ചത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിവാഹം കഴിക്കുമ്പോൾ ബീബി ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് എത്ര വയസ്സുണ്ടായിരുന്നു എന്നാണ്. എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. 40 വയസ്സാണല്ലേ. ഉമ്മാടെ മദത് കൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ സിമ്പിളായൊരു ചോദ്യം. മഹദിയായ സയ്യിദത്തുന മറിയം ബീവി റളിയല്ലാഹു അൻഹ, മറിയം ബീവി റളിയല്ലാഹു അൻഹയെ ഏറ്റെടുത്ത, മറിയം ബീവിയുടെ രക്ഷകർത്തൃത്വം ഏറ്റെടുത്ത പ്രവാചകർ ആരായിരുന്നു? ആ നബിയുടെ പേരെഴുതുക. അള്ളാഹു കമൻറ്റ് ചെയ്യട്ടെ. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുറാഹിമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. നീ ഖായിബാക്കല്ലേ അല്ലാ. നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ലാ. ഈ റഹ്മത്തിൻ്റെ 10 അവസാനിക്കുന്ന വേളകളിൽ
യാ റബ്ബന നിൻ്റെ റഹ്മത്ത് ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണയല്ല. റമദാൻ അനുകൂലമാക്കണയല്ല. ഈ സദസ്സിൽ പങ്കെടുക്കുന്നത് ഏതെല്ലാം ദുആ വസിയത്തുകൾ മനസ്സിൽ വെച്ചുകൊണ്ടാണോ ആ വസിയത്തുകളൊക്കെ നീ സ്വീകരിക്കണയല്ല. മുറാദുകളെല്ലാം ഹാസുലാക്കണയല്ല. സങ്കടങ്ങളെല്ലാം അകറ്റണയല്ല. ഇണകളെയും ഞങ്ങളെയും മക്കളെയും ഒക്കെ നീ നന്നാക്കണയല്ല. എല്ലാ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും ഉന്നത വിജയം നൽകണയല്ല. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ നൽകണയല്ല. ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണയല്ല. പ്രവാസികളുണ്ട്, ഖൈർ നൽകണേ അല്ലാ. യാ റബ്ബന നീ അല്ലാതെ ഞങ്ങൾക്കൊരു അത്താണിയില്ല അല്ലാ. നിൻ്റെ ഔലിയാക്കളല്ലാതെ ഞങ്ങൾക്കൊരു വസീലയില്ല അല്ലാ. അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി നൽകണയല്ല. കടങ്ങൾ ഏറ്റെടുക്കണയല്ല. എത്ര വലിയ അസുഖങ്ങൾ ഞങ്ങളുടെ ശരീരങ്ങളിലുണ്ടെങ്കിലും പരിപൂർണ സൗഖ്യം നീ നൽകണയല്ല. പടച്ചോനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട ആരെല്ലാം ഉണ്ടോ, മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, എല്ലാവരുടെയും ഖബർ നീ വെളിച്ചമാക്കണയല്ല. ഞങ്ങളാരെയും പെട്ടെന്ന് വിളിക്കല്ലയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണയല്ല. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.